അൻവറിന്റെ നീക്കമെന്ത്? ഇപ്പോൾ കിട്ടുന്ന പ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. വിവാദങ്ങളെ തുടർന്ന് LDF വിട്ട PV അൻവർ DMK മുന്നണിയിലേക്കെന്ന സൂചനകൾ വരുന്നു. ചെന്നൈയിൽ DMK നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി. DMKയിലൂടെ ഇന്ത്യ മുന്നണിയാണ് അൻവർ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. വിവരങ്ങളുമായി CV അനുമോദും TG സജിത്തും നമുക്കൊപ്പം ചേരുകയാണ്. PV അൻവർ DMKയിലെ നേതാക്കളെ കണ്ട് നടത്തുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. DMK വഴി ഇന്ത്യ മുന്നണിയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, പുതിയ പാർട്ടി PV അൻവർ തന്നെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയും മുൻപ് തന്നെ DMK നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ തിരക്കിട്ട നീക്കങ്ങൾ അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്താണ് നീക്കം? എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? DMK വഴി ഇന്ത്യ മുന്നണിയാണ് എന്ന സൂചനകൾ വരുമ്പോൾ എത്ര വലിയ തന്ത്രങ്ങളാണ് അൻവർ ആവിഷ്കരിക്കുന്നത്? നാളെയാണ് അൻവർ പാർട്ടി പ്രഖ്യാപനം നിശ്ചയിച്ചിട്ടുള്ളത്. നാളെ മഞ്ചേരിയിൽ വെച്ച് മഹാസമ്മേളനം നടത്തി പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ചെന്നൈയിലെ കൂടിക്കാഴ്ചയെ കാണേണ്ടത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് പോയത്. ചെന്നൈയിലെത്തി DMK നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നു. DMK നേതാവും മന്ത്രിയുമായ സെന്തിൽ ബാലാജി വഴിയാണ് ഈ PV അൻവർ DMK മുന്നണിയിലേക്ക് അല്ലെങ്കിൽ DMKയുമായി ഒരു ബന്ധത്തിന് ശ്രമിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. DMKയുടെ ലയിക്കുകയല്ല, അതൊരു പകരം ഒരു പാർട്ടി രൂപീകരിച്ച് അത് DMK മുന്നണിയുടെ ഭാഗമാകുക എന്ന ലക്ഷ്യമാണ് അൻവറിനുള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, നിലമ്പൂർ നീലഗിരി തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ തമിഴ്നാട്ടിലെ നീലഗിരിയുമായിട്ട് അൻവറിന് നല്ല ബന്ധം നേരത്തെ തന്നെ ഉള്ളതുമാണ്. സ്വാഭാവികമായിട്ടും തന്റെ സാധ്യതകളെ അൻവർ അത്തരത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഉള്ളത്. DMKക്ക് കേരളത്തിൽ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു പിന്തുണ അത് തന്നിലൂടെ നൽകുമെന്ന് അൻവർ അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഒരു പുതിയ അഭയകേന്ദ്രം കൂടി ലഭിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു ശക്തമായ അഭയകേന്ദ്രം ലഭിക്കുന്നു എന്നൊരു സാഹചര്യം കൂടി അത് ഉണ്ട്. അനുമോദ്, ഇവിടെ സ്റ്റാലിനുമായി ഇന്ന് തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകുമോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? സെന്തിൽ ബാലാജിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുമോ? അൻവർ മലപ്പുറത്ത് മാത്രം ഒതുങ്ങുമോ എന്ന സൂചനകൾ ആദ്യമുണ്ടായിരുന്നു. പിന്നീട് ചില മുസ്ലിം പ്രാതിനിധ്യം കൂടുതലുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപിപ്പിക്കും അക്കാര്യങ്ങൾ എന്ന് സൂചന അൻവർ തന്നെ തന്നിരുന്നു. ഇപ്പോൾ ഇതാ അതിലും വലിയ നീക്കങ്ങൾ PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കേരളത്തിന് പുറത്തുള്ള ഒരു പാർട്ടിയുമായി അതുമായി സഖ്യം ഉണ്ടാക്കുന്ന തരത്തിലൊക്കെയുള്ള നീക്കം വരുമ്പോൾ കൃത്യമായ ലക്ഷ്യത്തോടെയും മറ്റുമുള്ള ഒരു കരുനീക്കമാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരുമോ? രേണുക, ഇത് നാളത്തെ പാർട്ടി പ്രഖ്യാപനത്തിന് മുൻപ് അൻവർ നടത്തുന്ന വലിയ ഒരു നീക്കമായിട്ട് വേണം കാണുവാൻ. രണ്ട് തരത്തിൽ വേണം ഇതിനെ കാണുവാൻ. ഒന്ന്, അൻവർ കൃത്യമായ ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങുന്നു. അതല്ലെങ്കിൽ നാളത്തെ പ്രഖ്യാപനത്തിന് മുൻപ് അൻവർ നടത്തുന്ന ഒരു സസ്പെൻസ് നീക്കം. നാളെ പരമാവധി പാർട്ടി പ്രഖ്യാപനത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക, തന്റെ വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കുക, താൻ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിനൊക്കെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയും ഇതേ തുടർന്നുള്ള വാർത്തകളും വഴിവെക്കുമെന്ന് അൻവറിന് നന്നായിട്ട് തന്നെ അറിയാം. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ അൻവർ സ്റ്റാലിനെ കാണുമോ എന്നുള്ള ഒന്നും നമുക്ക് പറയാനാകില്ല. പക്ഷെ അൻവർ DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന ആ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാളത്തെ സമ്മേളനത്തിൽ അതുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാകും. പാർട്ടി ഉണ്ടാക്കി പിന്നീട് ജയിച്ച് അത് DMKയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തിക്കുകയൊക്കെ ഭാവിയിലെ കാര്യങ്ങളാണ്. അൻവറിനെ സംബന്ധിച്ച് സമ്മേളനത്തിൽ അത് ഒരു വലിയ ഘടകം തന്നെയായിരിക്കും. നാളെ സമ്മേളനത്തിൽ ഒരുപാട് പേർ എത്തിച്ചേരുവാനും അൻവറിന്റെ ആ ഒരു വിശ്വാസ്യത കുറെ കൂടി ഊട്ടിയുറപ്പിക്കുവാനും ഈ കൂടിക്കാഴ്ചയും ഈ ചിത്രങ്ങളും ഒക്കെ സഹായിക്കുമെന്ന് വേണം വിലയിരുത്താൻ. തീർച്ചയായും. എന്തായാലും അൻവറിന്റെ നീക്കങ്ങൾ എന്ത് എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഇന്നലെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, CPMന്റെ നേതാവിന്റെ പിന്തുണ തനിക്കുണ്ട്, കണ്ണൂരിൽ നിന്നുള്ള നേതാവിന്റെ പിന്തുണ തനിക്കുണ്ട് എന്ന് പറഞ്ഞ അൻവർ ഇന്നിതാ DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഒരു സഖ്യ സാധ്യത തേടുന്നു, അതുവഴി ഇന്ത്യ മുന്നണിയിൽ എത്താനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. TG സജിത്ത് കൂടി നമുക്ക്